തിരുവനന്തപുരം വർക്കലയിൽ 16-കാരനെ പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് പരാതി. പെൺസുഹൃത്തിന് ഫോൺ ചെയ്യാൻ മൊബൈൽ നൽകി എന്നാരോപിച്ചാണ് മർദ്ദനം. പരാതി പിൻവലിച്ചില്ലെങ്കിൽ പോക്സോ കേസ് നൽകുമെന്നും ഭീഷണിപ്പെടുത്തിയതായി പരാതിയുണ്ട്. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. എന്താണ് സലീം ഈ പരാതിയുടെ വിശദാംശങ്ങൾ? പോലീസ് പറയുന്നത് എന്താണ് സലീം? റിജിത്ത്, ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ഈ നിലയിൽ മർദ്ദിച്ചത് എന്നൊരു പരാതി ഉയരുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വിദ്യാർത്ഥിയുടെ ഫോണിലേക്ക് വിളിക്കുകയും അതിനുശേഷം പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ എത്തിയില്ലെങ്കിൽ മാതാവിനെയും സഹോദരിയെയും ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. അതിനുശേഷം സ്കൂട്ടിയിൽ അവിടേക്ക് എത്തിയ ശേഷം ഇവർ പെൺകുട്ടിയുടെ സഹോദരന്റെ അടുത്തേക്ക് പോയി അവിടെ നിന്നും ചിലക്കള്ളൂർ വള്ളക്കടവ് ബീച്ചിന്റെ ഭാഗത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. മുഖത്തും കഴുത്തിലും മുതുകത്തും മർദ്ദനമേറ്റു. ഈ പെൺകുട്ടിക്ക് ഫോൺ വാങ്ങി നൽകി, സംസാരിക്കാനായി ഫോൺ വാങ്ങി നൽകി എന്നാരോപിച്ചായിരുന്നു പരാതി. അതിനുശേഷം ഇത് പുറത്തു പറയുകയാണെങ്കിൽ പോക്സോ കേസിൽ പെടുത്തും എന്നും ഭീഷണിപ്പെടുത്തിയതായി പരാതിയുണ്ട്. ഇവർ ഈ വീട്ടിലെത്തിയതിനു ശേഷം ഈ കുട്ടിക്ക് നെഞ്ചുവേദന ഉൾപ്പെടെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാതാവാണ് കാര്യം തിരക്കി ഇക്കാര്യം പറഞ്ഞതോടുകൂടി വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അതിനുശേഷം പോലീസിൽ പരാതി നൽകി കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇവരെ ഈ രാഷ്ട്രീയ സ്വാധീനത്താൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ പുറത്തുവിട്ടു എന്നുള്ള ആരോപണം കൂടിയുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് അതുകൊണ്ട് തന്നെ ഈ പരാതിയിന്മേൽ FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിട്ടില്ല എന്നൊരു പരാതി കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. റീജിത്ത്, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.